ഹലോ എവരിവൺ. അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബ്രേക്ക്ഔട്ട് മൂവ്മെൻറ്റിന് ചാൻസുള്ള ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നൊരു അനാലിസിസ് വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ചാനൽ ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു 4 ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഔട്ട് ഷെയർസ്, ബ്രേക്ക്ഔട്ട് എൻട്രീസിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെയുള്ള ലോ നമുക്കൊരു സപ്പോർട്ട് ലൈനായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു സപ്പോർട്ട് ലൈൻ അത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അതായത് സപ്പോർട്ട് ലൈൻ പിന്നീട് അത് റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. നമ്മുടെ ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു റേഞ്ച് ഓൾമോസ്റ്റ് കവർ ചെയ്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിലായിരുന്നു മൂവ്മെൻറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതാണ് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ. നമുക്ക് ഈ സപ്പോർട്ട് ലൈൻ എടുത്തിട്ട് ഇന്നത്തെ ലോയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിക്കവാറും ഒരു കൺസോൾട്ടേഷൻ തന്നെ ആയിരിക്കും നാളെ മാർക്കറ്റ്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിൽ വരാനാണ് ചാൻസ്. എന്തായാലും സ്വന്തമായിട്ട് അനാലിസ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇൻഡെക്സിൽ ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെയർസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് പെട്രോനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റെസിസ്റ്റൻറ്റ് സോൺ ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു അപ്പ് ട്രെൻഡ് അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 1% എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ടാർഗറ്റ്, ബാക്കിയുള്ള മൂവ്മെൻറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ആയതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ നോക്കുക. ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് പിന്നീട് ഒരു റിസ്കി മൂവ്മെൻറ്റ് കിട്ടാനാണ് ചാൻസ്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, രണ്ടാമത് നമുക്ക് വരുന്ന ഷെയറാണ് ഏഷ്യർ മോട്ടർ. അതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. 1% ഫസ്റ്റ് ടാർഗറ്റ്, പിന്നീടുള്ള മൂവ്മെൻറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ നമുക്കിതിലും ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് അനാലിസ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യാം. പിന്നെ നമുക്ക് മൂന്നാമത് വരുന്ന ഷെയറാണ് സൺ ടി വി. സൺ ടി വിയുടെ നോക്കിയാലും കാണാൻ പറ്റും ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1% ഫസ്റ്റ് ടാർഗറ്റ്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും മിനിമം 1:1 ആയിരിക്കണം റിസ്ക് റിവാർഡ്. അപ്പോൾ ഇവിടെ 1% ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ടിൻ്റെ ശേഷം ഇങ്ങോട്ട് ഒരു 1% ആയിരിക്കും നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അവസാനമായിട്ട് വരുന്നത് മാരുതിയാണ്. മാരുതിയുടെയും ഒരു സപ്പോർട്ട് റേഞ്ച് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് പ്രീവിയസ് ആയിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു സപ്പോർട്ട് റേഞ്ച് അവിടെ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ? അപ്പം നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഇത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്ലോസിങ് താഴത്തേക്ക് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 1:1 ഫസ്റ്റ് ടാർഗറ്റ്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് ടാർഗറ്റും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ.
1% മൂവ്മെൻറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ 1:1 ടാർഗറ്റ് എന്നുള്ള 1:1 റിസ്ക് വാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 4 ഷെയർസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോംപ്ടൺ ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ അതിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ലൈന് നമ്മുടെ സപ്പോർട്ട് ലൈൻ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു. പക്ഷേ അതിൻ്റെ ശേഷം ഓൾമോസ്റ്റ് 3-6% മൂവ്മെൻറ്റ് മാത്രമേ വന്നുള്ളൂ. പിന്നീട് താഴത്തേക്കാണ് പോയത്. അപ്പം ഇത് മിക്കവാറും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. 1% ഈ ഒരു പോയിന്റിൽ വരെ 1% മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ട്രേഡ് എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമതൊരു ഷെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻഫിൻ ഹോംസിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഇത് ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷേ ക്ലോസിങ് കിട്ടിയിട്ടില്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടി, ക്ലോസിങ് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1% ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് 1% കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഒരു ഓൾമോസ്റ്റ് 2.5% അടുത്ത് അതിൻ്റെ ഹൈ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഷെയറാണ് LIC ഹൗസിംഗ് ഫിനാൻസ്. ഓക്കെ, LIC ഹൗസിംഗ് ഫിനാൻസിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്കൊരു ക്ലോസിങ് കിട്ടുന്നത്. ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുന്നത് ഈ ഒരു ഏരിയ ഇവിടെയാണ്. അപ്പോൾ ബ്രേക്ക് ഔട്ടിന് ശേഷം അത് നമുക്ക് ഓൾമോസ്റ്റ് 1% മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ 2 ഷെയർ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് ആയി. പിന്നെ അവസാനം നമ്മളൊരു ഷെയർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പം അതിൻ്റെ ബ്രേക്ക് ഔട്ട് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. ബ്രേക്ക് ഔട്ടായി അതിൻ്റെ ശേഷം ഏകദേശം 3-8% മാത്രം മൂവ്മെൻറ്റ് വന്നിട്ടുള്ളൂ. പിന്നെ ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് പോയത്. അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രിയുടെ അടുത്ത് തന്നെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ഷെയർ ഡിസ്കസ് ചെയ്തു. അതിൽ ഒരെണ്ണം ഈ എൻട്രി പോയിൻ്റ് അടുത്ത് തന്നെ ക്ലോസ് ചെയ്തു. ഒരെണ്ണം സ്റ്റോപ്പ് ലോസ്, 2 ടാർഗറ്റ് എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ട്രേഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഷെയർ മാർക്കറ്റ് ഫണ്ടമെൻ്റൽ അനാലിസിസ് റിലേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ